കോഴിക്കോട് മാനാഞ്ചിറയിലെ ചെരുപ്പുകട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ കടയുടമകൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ, അനാവശ്യമായി സംഘം ചേരൽ എന്നിവയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വർഷ ഗിരീഷ് ഉണ്ട് കോഴിക്കോട് വിവരങ്ങളുമായി. വർഷ, എന്തായിരുന്നു സംഭവം? എന്താണ് ഈ പോലീസ് കേസെടുക്കാനിടയായ സാഹചര്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കടയിലായിരുന്നു ഇന്ന് ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഓഫർ നൽകിയിരുന്നത്. ട്രെൻഡ് ഫാക്ടറി എന്ന ചെരുപ്പ് കടയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഫർ നൽകിയത്. അതായത് ആദ്യം ഒരു രൂപ നോട്ടുമായി ആദ്യം വരുന്ന 100 പേർക്ക് ഷൂവും അതേപോലെ പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചുമാണ് ഓഫർ നൽകിയിരുന്നത്. ഇത് വ്യാപകമായി തന്നെ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് പല ജില്ലകളിൽ നിന്നും, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഉൾപ്പെടെയുള്ള പല ജില്ലകളിൽ നിന്നും കോഴിക്കോട്ടേക്ക് ആളുകൾ എത്തി തുടങ്ങി. ഇന്ന് പുലർച്ചെ 5 മണിക്ക് മുമ്പ് തന്നെ ഈ ഒരു ഷോപ്പിന് മുമ്പിൽ വലിയ രീതിയിൽ ആളുകൾ എത്തിയിരുന്നു. നമ്മൾ ഈ കാണുന്നത് മാനാഞ്ചിറ വൈക്കം മുഹമ്മദ് ബഷീർ റോഡാണ്. ഈ റോഡെല്ലാം അതിരാവിലെ മുതൽ തന്നെ പൂർണ്ണമായും ഒരു സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. കാരണം അത്രമാത്രം ജനങ്ങൾ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് പോലും വാഹനവുമായി ഇതിലൂടെ കടന്നു പോകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് പോലീസിന് ഇവിടെ എത്തേണ്ടി വന്നത്. രാവിലെ കട തുറന്നതോട് കൂടി ആളുകൾ കടയിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. 200 പേർക്ക് നൽകിയ ഓഫറിന് 2000-ഓളം പേരാണ് ഇത് ഈ കടയ്ക്ക് മുമ്പിൽ എത്തിച്ചേർന്നത്. ശേഷം സ്ഥിതിഗതികൾ മോശമായതോടെ പോലീസ് ഇടപെടുകയും ലാത്തി വീശുകയുമായിരുന്നു. ലാത്തി വീശലിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കാര്യം, ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നുള്ള കാര്യം പോലീസിനെ കട ഉടമകൾ അറിയിച്ചില്ല എന്നുള്ളതുമാണ്. വ്യാപകമായി തന്നെ ഈ വീഡിയോ പ്രചരിച്ച സാഹചര്യത്തിൽ ഒരുപാട് പേർ ഇവിടെ എത്തുമെന്നുള്ള കാര്യം കട ഉടമകൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അക്കാര്യം ഒന്നും നിയന്ത്രിക്കാനുള്ളൊരു യാതൊരുവിധ നടപടികളും ഇവിടെ കട ഉടമകൾ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംഭവത്തിൽ കട ഉടമകൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തി അനാവശ്യമായി സംഘം ചേർന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.